കുവൈത്തിൽ ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ വന്നത് നമ്മളെ പ്രവാസികളെ തൊട്ടാണ്. പറ്റുന്നില്ലെങ്കിൽ നിർത്തിപ്പോണം. ഇതൊക്കെ പറയാൻ നീ ആര്? എണ്ണം കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റ് ഞാൻ ആദ്യം തന്നെ പറയാം. കുറെ എനിക്കുള്ള പച്ചത്തറി, അതുപോലെ തന്നെ തന്തക്ക് വിളി, അതുപോലെ തന്നെ ഇതൊക്കെ പറയാൻ നീ ആരടാ എന്നുള്ള കമന്റാണ് കുറെ വരാനുള്ളത്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ ആദ്യം കറക്റ്റായിട്ട് കാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അതിന്റെ ശേഷം മാത്രം പറയുക. അതായത് ഇപ്പോൾ 3-4 ദിവസമായിട്ട് നിങ്ങൾ എല്ലാവരും പത്രങ്ങളിൽ കൂടി വായിക്കുന്ന ഒരു വാർത്തയായിരുന്നു കുവൈറ്റിൽ എക്സിറ്റ് പെർമിറ്റ്. അതായത് നാട്ടിലേക്ക് പോകുമ്പോൾ എക്സിറ്റ് പെർമിറ്റ് എടുക്കണം, അതിന് ശേഷം മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ, നമ്മുടെ കമ്പനി അറിയാതെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഈ നിയമം നമ്മളെ പോലുള്ള പ്രവാസികളാണ് ഇവിടെ കൊണ്ടുവരുത്തിച്ചത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റ് ഇവിടെ ഉണ്ട ആൾക്കാർക്ക്, ഇവിടുത്തെ സ്വദേശികൾക്കായെങ്കിലും അതുപോലെ തന്നെ വിദേശികൾക്കായെങ്കിലും ഒരുപാട് സൗജന്യങ്ങൾ തന്നോണ്ടായിരുന്നു. മുമ്പൊക്കെ ഇവിടെ ഹോസ്പിറ്റൽ ഫ്രീ ആയിരുന്നു. അത് ഫാമിലി വിസയിൽ വന്ന ആൾക്കാർക്കും വിസിറ്റ് വിസയിൽ ഇവിടെ വന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ. മറ്റ് ഒരു രാജ്യത്തും ഇങ്ങനെയുള്ള ഒരു നിയമങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മിസ്യൂസ് ചെയ്തു. എന്താണെന്നല്ല, ചില പ്രവാസികൾ നാട്ടിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഫാമിലി വിസ എടുത്തിട്ട് വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് മിസ്യൂസ് ചെയ്ത് അത് ഇവിടെ ഉണ്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായത്. അതിനുശേഷം അത് ഈ ഗവൺമെന്റ് നിർത്തലാക്കി, ഹോസ്പിറ്റൽ അതിന് പൈസയാക്കി. അത് തന്നെയാണ് മുമ്പൊക്കെ ഇവിടെ നമുക്ക് നല്ല നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ലോൺ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതും മിസ്യൂസ് ചെയ്ത്, അതും കണ്ടമാനം ലോൺ എടുത്തിട്ട് ചില പ്രവാസികൾ ഇവിടുന്ന് മുങ്ങിപ്പോയിട്ട് നാട്ടിലും പോയി കുറെ ആൾ യൂറോപ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൈസ ഒന്നും അടക്കാതെ ഇപ്പൊ ലോൺ കിട്ടുന്നുണ്ടാ? ഇല്ലല്ലോ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, എളുപ്പത്തിലൊന്നും കിട്ടുന്നില്ലല്ലോ. അത് ആരെ തൊട്ട് വന്ന്? നമ്മളെ പ്രവാസികൾ തൊട്ട്. ഇപ്പൊ വന്നിട്ടുള്ള എക്സിറ്റ് പെർമിറ്റ്, ഇത് വരാൻ വേണ്ടി എന്താണ് കാരണം? ഇതും ചില കമ്പനിയിൽ നിന്ന് ചില പ്രവാസികൾ, ചില കുരുത്തം കെട്ട ആൾക്കാർ അവിടുന്ന് പൈസ എടുത്തിട്ട് അടിച്ചു മാറ്റിയിട്ട് അവർ രാത്രി ടിക്കറ്റ് എടുത്തിട്ട് കയറിപ്പോയി. ഇതൊക്കെ ആരെ തൊട്ട് വന്നതാണ്? നമ്മളെ പ്രവാസികൾ തൊട്ട്. ഇത് എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്നുള്ളത്, ചില ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നോണ്ടായിരുന്നു. അത് നമ്മൾ മിസ്യൂസ് ചെയ്തു. ആ ചെയ്തപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇത്. അതുപോലെ തന്നെ പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ആ ന്യൂസിന് താഴെയൊക്കെ ഒരുപാട് ബാഡ് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത്, ഇതൊരു രാജ്യത്തിന്റെ നിയമം, അത് അവർ നടപ്പിലാക്കുന്നത്. നമ്മൾ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ അത് നമ്മൾ പാലിച്ചേ പറ്റും. നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് പോയിക്കൊള്ളണം, അല്ലെങ്കിൽ വേറെ ഏതൊരു രാജ്യത്തേക്ക് പോയിക്കൊള്ളണം. പിന്നെ നമ്മൾ അതിന് തെറി പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മളെ തൊട്ട് തന്നെയാണ് ഇതൊക്കെ വന്നത്. ഇനിയിപ്പോൾ അടുത്തതൊന്ന് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് 100% വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ 20ാം നമ്പർ ഖാദിം വിസക്കാർക്ക് ഒരു പ്രാവശ്യം എക്കാൻ മേടിച്ച് നാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് രണ്ടാമത് വിസ അടിക്കുമ്പോൾ മെഡിക്കൽ വേണം. നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ ആവശ്യമില്ല, നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ സൂണായിരിക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. സൂണായിരിക്കും വരും മെഡിക്കല്. ഒരു പ്രാവശ്യം നമ്മൾ എക്കാൻ മേടിച്ച് രണ്ടാമത്തെ എക്കാൻ മേടിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ചെയ്യേണ്ടി വരും. അത് വരാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ നിയമങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ ഒരുപാട് കണ്ണടക്കുന്നുണ്ട്. നമ്മൾ ഇവരെ കുറെ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിസ ഖാദിമായെങ്കിലും ഒക്കെ വെളിയിൽ അവിടെ ഒക്കെ വിസ അടിച്ച് ജോലി ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിയമവിരുദ്ധമല്ലേ? ഇവർക്ക് മനസ്സ് വെച്ചെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് എല്ലാവരും പൊക്കാൻ വേണ്ടിയിട്ട് പറ്റും. പറ്റാത്തവരൊന്നും ഇല്ല, ഒക്കെ അവർ കണ്ണടക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ വന്ന നിയമം നമ്മൾ അതിനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മളെ തൊട്ട് വന്നതാണ്, നമ്മൾ വരുത്തിപ്പിച്ചതാണ്. ഈ ഒരു നിയമം സൗദിയിൽ മുമ്പേ ഉണ്ട്. ഇപ്പൊ സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇനി നിങ്ങൾ തെറിയോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് എന്നിട്ട് പറ നിങ്ങൾ.